ഒരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആ ഒരു സ്വന്തം ഉമ്മയും വാപ്പയും പോലെ തന്നെ അതിന് കണക്കാക്കാം. അതിന് വേണ്ടുന്ന എല്ലാ സംരക്ഷണവും അതിനുള്ള സ്നേഹവാത്സല്യങ്ങളും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരില്ല. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്താണ്. കൊല്ലം കടയ്ക്കൽ കാഞ്ഞിരത്തുമൂട് ചൂരക്കാട് എന്നാണ് ഈ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഇവിടെ വന്നത് മുനവറിനെ കാണാനാണ്. മുനവറിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. മുനവറിന് പഠന വൈകല്യമുണ്ട്. അതായത് മോന് എഴുതാൻ കുറച്ചൊക്കെ അറിയാം, വായിക്കാനാണ് ബുദ്ധിമുട്ട്. ഓക്കെ, പിന്നെ എക്സാമൊക്കെ സ്ക്രൈബ് എഴുതിയതാണ്. ചെറിയ പക്വത കുറവാണ്, ജോലിക്കൊക്കെ പോകുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിക്കും. ഈ കാണുന്നതാണ് മുനവറിൻ്റെ വീട് കേട്ടോ. ഇതാണ് വീട്. പഠിക്കാൻ എന്തൊക്കെ വിശേഷം? അൽഹംദുലില്ലാഹ് റാഹത്താണ്. ഇത് മുനവറിൻ്റെ ഉപ്പയാണ്, ഇവിടെ പള്ളി ഇമാമാണ് അല്ലേ? അതെ, ഇതാണ് മുനവർ. മുനവറ സുഖമല്ലേ? സുഖം. മുനവറോട് അടുത്തുള്ളൊരു കടയിലാണ് ജോലി ചെയ്യുന്നത് അല്ലേ? അതെ. എന്നാൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഉപ്പാ, ഞാൻ തുടക്കത്തിൽ ചെറുതായിട്ട് പറഞ്ഞു ചെറിയൊരു പക്വത കുറവാണ് ഉള്ളത് അല്ലേ? അതെ. അപ്പോൾ എഴുതാൻ കുറച്ചൊക്കെ അറിയാം അല്ലേ? എഴുതാൻ അറിയാം. പൈസേൻ്റെ കണക്കൊക്കെ അറിയാം മുനവറിനെ? എല്ലാം അറിയാം. അപ്പോൾ എന്ത് കടയാണത്? എല്ലാം കൂടെ ഉള്ള ഷോപ്പ് ഇല്ല, പലചരക്ക് കടയാ? പലചരക്കട. അവിടെ മുനവർ ഒറ്റക്കാ? ഒറ്റയ്ക്ക. അപ്പോൾ കച്ചവടമൊക്കെ ഒറ്റക്കാ ചെയ്യൽ? പർച്ചേസ് എല്ലാം എങ്ങനെയാണ് ചെയ്യൽ? സാധനം വരുമ്പോൾ എല്ലാം എടുത്ത് കൊടുക്കും. വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ വരും, വണ്ടിയിൽ വരും. പോരാത്തത് നമ്മൾ പോയി എടുത്തുകൊണ്ട് കൊടുക്കും. അങ്ങനെ. അപ്പോൾ അതിൻ്റെ കണക്കും കാര്യമെല്ലാം മുനവർ തന്നെയാണ്. ഒരു ദിവസത്തെ വരുമാനവും അതിൻ്റെ ടോട്ടലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവൻ തന്നെ കൈകാര്യം ചെയ്യുന്നത്. മുനവർ +2 വരെയാണ് പഠിച്ചതില്ല? എക്സാം വേറെ ആൾ എഴുതിയതാ? വേറെ ആൾ എഴുതിയ. സ്ക്രൈബ് വെച്ച് എക്സാം എഴുതിയതാണ്. അപ്പോൾ അതാണ് ഇവരുടെ കട ഇവിടെ തന്നെ അടുത്താണ്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കാഞ്ഞിരത്ത് മോടാ? ഇവിടെ അടുത്ത് തന്നെ. ഇവിടെ അടുത്ത് തന്നെ. നിങ്ങൾക്ക് എത്ര മക്കളാ? 3 പേര്. എത്ര ആൺകുട്ടികളാ? 2 ആണും 1 പെണ്ണും. മോളെ കല്യാണം കഴിഞ്ഞോ? മോളെ കല്യാണം കഴിഞ്ഞു. ഇനി 2 ആൺകുട്ടികളല്ലേ? ഇവർ രണ്ടാളും. നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ഇല്ല, ദൂരം പ്രശ്നമില്ല. അപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് പറ്റുമോ? അതുപോലെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് നമുക്ക് പറ്റുമോ? ചെറിയ ബുദ്ധിമുട്ടെന്ന് പറയുമ്പം യവന മൊത്തത്തിലൊരു ചെറിയൊരു ഇതുണ്ട്. അപ്പം യവന ഇതുമായിട്ട് മൈൻഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ടാണെങ്കിലാണ് നമുക്ക് കുഴപ്പമില്ല. അതായത് പിന്നെ മുനവറിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒത്തുപോകാൻ പറ്റുന്ന നല്ലൊരു ആലോചനയാണ് നമുക്ക് വേണ്ടത്. പിന്നെ മുനവർ വണ്ടി ഓടിക്കലുണ്ടോ? സ്കൂട്ടി ഓടിക്കും. സ്കൂട്ടി ഓടിക്കും അല്ലേ? മുനവറിന് എത്ര വയസ്സായി? 28. 28 അല്ലേ? നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം? അപ്പോൾ 24, 25 വയസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. 25 വരെ നമുക്ക് നോക്കാം അല്ലേ? കുഴപ്പമില്ല. അപ്പോൾ തീർച്ചയായിട്ടും 25 വയസ്സ് വരെയുള്ള ആലോചനകളാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ മുമ്പോട്ട് വരിക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ചെറിയ ബുദ്ധിമുട്ടൊന്നും പ്രശ്നമില്ല, പക്ഷേങ്കിലും മുനവറായിട്ട് സഹകരിച്ച് പോകാൻ പറ്റുന്നതായിരിക്കണം. മുനവറിന് വേറെ എന്തെങ്കിലും ഒരു ഗുളിക കാര്യങ്ങളൊന്നും ഇല്ല? ഒന്നും കഴിക്കുന്നു. അതായത് ഈ ചെറിയൊരു പക്വത കുറവിൻ്റെ ഒരു 6ാമത്തെ മാസത്തിലൊരു ഫിക്സ് വന്നായിരുന്നു. ഫിക്സ് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ചെറിയൊരു വിഷമം ഉണ്ടായിട്ടുള്ളത്. ഈ ഫിക്സിനുള്ള ഗുളിക എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അന്ന് അത് മാറി. അത് പിന്നെ ഒരു ഡോക്ടറെ കണ്ടു, അത് 2-3 വർഷം ഗുളിക കഴിച്ചായിരുന്നു. പിന്നെ അതൊക്കെ അങ്ങ് മാറിയായിരുന്നു. പിന്നെ സ്വന്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഈ പഠന വൈകല്യത എന്നുള്ള ഒരൊറ്റ വിഷയമാണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഇപ്പോൾ നമുക്കത് വീഡിയോയിലൂടെ അത് എത്രത്തോളം നമുക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അത് ജീവിച്ച് തുടങ്ങുമ്പോൾ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ പക്വത കുറവ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ട് ഇല്ലല്ലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അതല്ല, അത് നമ്മളൊരു വീഡിയോയിലൂടെ നമുക്ക് പ്രകടമാവില്ല. കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ഉണ്ടാവും, പക്ഷേ ചെറിയൊരു പ്രാപ്തി കുറവ് അത് ജീവിക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാവുള്ളൂ. ഒരു വീഡിയോയിലൂടെ നമുക്കത് കാണിച്ചു തരൽ നടക്കാത്ത കാര്യമാണ്. ഉള്ള കാര്യങ്ങൾ ചോദിക്കുക, പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഇങ്ങനെ ചെറിയൊരു പക്വത കുറവുണ്ട് എന്നിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ചില പേര് പറഞ്ഞിരുന്നു, എന്ത് പക്വത കുറവാണുള്ളത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, എല്ലാം ചോദിക്കുന്നതിനൊക്കെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ. അതങ്ങനെയല്ല, അത് നമുക്ക് ജീവിച്ച് തുടങ്ങുമ്പോൾ മാത്രം മനസ്സിലാകുന്ന ചെറിയൊരു പക്വത കുറവിൻ്റെ ഒരു വിഷയമാണ്. അപ്പോൾ മുനവറിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയങ്ങളൊന്നും ഇല്ല. ഒറ്റയ്ക്ക് ഒരു കട നോക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവന് സെറ്റാണ്, കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ. അപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൊരു കുട്ടി വരട്ടെ അല്ലേ? വേറെന്താ മുനവറിന് പറയാനുള്ള? എങ്ങനെയുള്ള പെൺകുട്ടീനെ വേണ്ടേ?
അതെ. മുനവറിന് ഈ നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ അതൊക്കെ കണ്ട ഓതല് വളരെ ബുദ്ധിമുട്ടാണ്. ഇതാണ്. അതെ അതെ. എങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിസ്കാരവും മറ്റ് ദീനുമായിട്ട് ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതെ. ഞാനിവിടെ തന്നെ എനിക്കിപ്പോൾ ജോലി ആയൂര് മഞ്ഞപ്പാറയാണ്. മഞ്ഞപ്പാറ അവിടുത്തെ പള്ളിയിലാണ്. അവിടുത്തെ പള്ളിയിലാണ്. മദ്രസയും അസിസ്റ്റൻറ്റുമായിട്ടാണ്. അത് ശരി. ഇന്നലെ എനിക്ക് ലീവാണ്, അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. ഇന്നലെ വന്നാലും ഞാൻ അവിടെ നിന്ന് വരാമെന്നുള്ളതേ ഉള്ളൂ. അതെ അതെ. ഇവിടെ നിന്ന് ഒരു 12 കിലോമീറ്ററിൻ്റെ വ്യത്യാസം. ഒരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഒരു സ്വന്തം ഉമ്മയും വാപ്പയും പോലെ തന്നെ അതിനെ കണക്കാക്കാം. അതിന് വേണ്ടുന്ന എല്ലാ സംരക്ഷണവും അതിനുള്ള സ്നേഹവാത്സല്യങ്ങളും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരില്ല. തീർച്ചയായും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത്രയേ ഉള്ളൂ. പിന്നെ നല്ലപോലെ അന്വേഷിച്ച് ചെയ്യുക. ഓക്കെ. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് നമുക്ക് അതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അതായത് ഒരാൾ വരുമ്പോൾ അതിനനുസരിച്ച് അന്വേഷിച്ച് ഇതാക്കിയിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഓക്കെ. പല ആൾക്കാരാണ് വിളിക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എത്രയും പെട്ടെന്ന് മുനവറിൻ്റെ കല്യാണം നടക്കട്ടെ. അല്ല മുനവറ, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ആയിക്കോട്ടെ എന്നാൽ ശരി. അപ്പോൾ ഫ്രണ്ട്സ്, മുനവർ ഉപ്പയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക. പിന്നെ മുനവറിന് അങ്ങനെ വലിയൊരു വിഷയങ്ങളും കാര്യങ്ങളൊന്നുമല്ല, ചെറിയൊരു പക്വതക്കുറവിൻ്റെ ഒരു വിഷയമാണ്. പിന്നെ എനിക്ക് ഗുളിക കാര്യങ്ങളൊന്നും ഇല്ല, ജോലിക്ക് പോകുന്നുണ്ട്. ഒരു ചെറിയൊരു പ്രാപ്തിക്കുറവ് ഞാൻ പറഞ്ഞല്ലോ, അത് ജീവിച്ച് തുടങ്ങുമ്പോൾ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് മുൻകൂട്ടി അത് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും, കാര്യങ്ങൾ എല്ലാത്തിനൊക്കെ ആയിരിക്കും. പക്ഷേ ചെറിയൊരു മറ്റുള്ളവരെ അപേക്ഷിച്ചുള്ളൊരു പ്രാപ്തിക്കുറവായിരിക്കും. സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കുക, അല്ല ഒരു കട പോയി പർച്ചേസൊക്കെ അവൻ ഒറ്റയ്ക്ക് ചെയ്യുക, നോക്കി സാധനം റേറ്റ് നോക്കി എടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രാപ്തിക്കുറവുകളുണ്ടല്ലോ, അതാണ് മെയിനായിട്ട് ഉണ്ടാവുക. എന്ന് വിചാരിച്ചാൽ അങ്ങനെ വലിയ വിഷയങ്ങളും ഇല്ല. അപ്പോൾ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക, എവിടെയാണെങ്കിലും കുഴപ്പമില്ല. ഇവർ പറഞ്ഞല്ലോ ബാക്കി കാര്യങ്ങളെല്ലാം ഇപ്പോൾ നല്ല ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾ വിളിക്കട്ടോ. ശരി.